യഹൂദർ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യേശു ഏതു ദേശത്ത് സഞ്ചരിക്കാനാണ് ഇഷ്ടപ്പെടാതിരുന്നത്? യൂദയായിൽ. യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് ഏത് യഹൂദ തിരുനാളാണ് സമീപിച്ചിരുന്നത്? കൂടാരത്തിരുനാൾ. യേശുവിനോട് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക എന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? അവൻ്റെ സഹോദരന്മാർ. സ്വന്തം സഹോദരന്മാർ ആവശ്യപ്പെട്ടിട്ടും യേശു ആദ്യം എവിടെയാണ് താമസിച്ചത്? ഗലീലയിൽ. സഹോദരന്മാർ പോയതിനു ശേഷം യേശു തിരുനാളിന് പോയത് എങ്ങനെയാണ്? രഹസ്യമായി. തിരുനാൾ സമയത്ത് ആളുകൾ യേശുവിനെക്കുറിച്ച് രഹസ്യമായി സംസാരിച്ചെങ്കിലും ആരെ ഭയന്നാണ് പരസ്യമായി സംസാരിക്കാതിരുന്നത്? യഹൂദരെ. തിരുനാൾ പകുതിയായപ്പോൾ യേശു എവിടെ ചെന്നാണ് പഠിപ്പിച്ചു തുടങ്ങിയത്? ദേവാലയത്തിൽ. എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, പിന്നെ ആരുടേതെന്നാണ് യേശു പറയുന്നത്? അയച്ചവൻ്റേത്. യേശുവിൻ്റെ വാക്കുകളനുസരിച്ച് സ്വമേധയാ സംസാരിക്കുന്നവൻ എന്താണ് അന്വേഷിക്കുന്നത്? സ്വന്തം മഹത്വം. യഹൂദർക്ക് നിയമം നൽകിയിട്ടും അത് പാലിക്കാതിരുന്ന പ്രവാചകൻ ആരാണ്? മോശ. യേശു തങ്ങളെ കൊല്ലാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പിശാചുണ്ട് എന്ന് പ്രതികരിച്ചത് ആരാണ്? ജനക്കൂട്ടം. വാസ്തവത്തിൽ പരിച്ഛേദന നിയമം മോശയിൽ നിന്നല്ല, ആരിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് ഈശോ വ്യക്തമാക്കുന്നത്? പിതാക്കന്മാരിൽ നിന്ന്. ഏതു ദിവസം പരിച്ഛേദനം നടത്തുന്നതിനെക്കുറിച്ചാണ് ഈശോ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്? ശാബത്ത് ദിവസം. പുറമേ കാണുന്നതിനനുസരിച്ച് വിധിക്കാതെ എങ്ങനെ വിധിക്കണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? നീതിയായി. യേശു പരസ്യമായി സംസാരിച്ചിട്ടും അധികാരികളൊന്നും പറയാത്തതിനാൽ ഇവൻ തന്നെയാണോ ക്രിസ്തു എന്ന് സംശയിച്ചത് ആരാണ്? ജെറുസലേം നിവാസികൾ. യേശുവിനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചിട്ടും ആർക്കും പിടിക്കാൻ കഴിയാതിരുന്നതിന് കാരണമെന്താണ്? അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. യേശുവിനെ ബന്ധിക്കാനായ പുരോഹിത പ്രമുഖരും ഫരിസേയരും ആരെയാണ് അയച്ചത്? സേവകരെ. നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം അവൻ എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നാണ് യഹൂദർ പരസ്പരം ചോദിച്ചത്. ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കലേക്ക്.
തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എവിടെ വരാനാണ് യേശു ശബ്ദമുയർത്തി പറഞ്ഞത്? യേശുവിൻ്റെ അടുക്കൽ. യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും എന്തിൻ്റെ അരുവികളാണ് ഒഴുകുക? ജീവജലത്തിൻ്റെ. ജീവജലത്തിൻ്റെ അരുവികളെക്കുറിച്ച് ഈശോ പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന എന്തിനെ പറ്റിയാണ്? ആത്മാവിനെ പറ്റി. വിശുദ്ധ ലിഖിതമനുസരിച്ച് ക്രിസ്തു ദാവീദിൻ്റെ ഗ്രാമമായ എവിടെ നിന്നാണ് വരേണ്ടത്? ബെത്ലഹേമിൽ നിന്നും. യേശുവിനെ പിടികൂടാതെ തിരിച്ചെത്തിയ സേവകരോട് ഫരിസേയർ കാരണം ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്തായിരുന്നു? അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെ അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ഫരിസേയരോട് ചോദിച്ചതാര്? നിക്കോദേമോസ്. നിക്കോദേമോസിൻ്റെ ചോദ്യത്തിനു മറുപടിയായി എവിടെ നിന്നാണ് പ്രവാചകന്മാർ വരാത്തത് എന്നാണ് ഫരിസേയർ പറയുന്നത്? ഗലീലയിൽ നിന്നും. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നുവെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. യോഹന്നാൻ 7:4. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. യോഹന്നാൻ 7:24. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. യോഹന്നാൻ 7:34. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ 7:38. അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. യോഹന്നാൻ 7:46.